റജി, എന്തായാലും ആർക്കാണ് റെഡ് അലർട്ട്? അജംഷാദെ, നോക്കൂ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ്. തെരഞ്ഞെടുപ്പിന്, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാണ്ട് 6 മാസത്തോളം സമയം ശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കോൺഗ്രസ്സിലെ എന്തൊക്കെയോ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് പൊതുമധ്യത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞത് കെ.സി. വേണുഗോപാലും സാക്ഷാൽ വി.ഡി. സതീശനുമാണെന്ന് പറഞ്ഞത്. അത് ആ വാക്കുകളാണ് ആദ്യം നമ്മൾ കേട്ടത്. നോക്കൂ, അതിനെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ആരാണ്? AICC CWC മെമ്പറാണ്. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് ഭാഗത്തും കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ നവീകരണത്തിനും നന്മയ്ക്കും വേണ്ടി ഇടപെടാൻ കഴിയും. ഇവിടെ UDFനെ സംബന്ധിച്ച് UDFൻ്റെ അതിന് നേതൃത്വം നൽകുന്ന 10 പാർട്ടികൾ ചേർന്ന UDFനെ നയിക്കുന്ന നേതൃത്വം ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഏതെങ്കിലും നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു കൺഫ്യൂഷനോ ഏതെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയോ അക്കാര്യത്തിൽ ഒന്നുമില്ല. ഇവിടെ ആർക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനുമില്ല. കാരണം 30 വർഷം കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഐക്യമുന്നണി, അറിയാമല്ലോ. 1979 ഐക്യമുന്നണി രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ നേതൃത്വത്തിലാണ് ഇടതു മുന്നണിയെ നേരിടുന്നത്. അപ്പോൾ ഇവിടെ നേതൃത്വത്തിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും കോൺഗ്രസിനോ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വർക്കോ ഇല്ല. അപ്പോൾ ആർക്കാണ് ഇതിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇവിടെ കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നത്. അജംഷാദ്.